कीर्तन किया। जय राधा माधवा कुंज बिहारी, जय राधा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय कृष्ण बलरामा गिरिवरधारी, यशोदनंदन ब्रज जनरंजन, यशोदनंदन ब्रज जनरंजन, यमुना तीरा वनचारी, यमुना तीरा वनचारी, जय राधा माधवा कुंज बिहारी, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे, जय कृष्ण बलराम कृष्ण बलराम कृष्ण बलराम, जय कृष्ण बलराम, बलराम जय कृष्ण बलराम, जय गौरानिताय गौरानिताय गौरानिताय, जय गौरानिताय, जय गौरानिताय गौरानिताय, जय गौरानिताय, जय जय प्रभुपाद प्रभुपाद, जय जय प्रभुपाद, जय प्रभुपाद, जय प्रभुपाद, जय जय गुरुदेव गुरुदेव, जय जय गुरुदेव, श्री कृष्ण बलराम की जय, श्री गौरताई की जय, श्री जगन्नाथ बलदेव सुभद्रमय सुदर्शन की जय, श्री प्रभुपाद की जय, श्री गुरुदेव की जय, अनंत कोटि विष्णु की जय। हरे कृष्ण. കുട്ടികൾക്ക് വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വീഡിയോ ഓൺ ആക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച
കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് ഡിസ്കസ് ചെയ്ത കഥകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതൊക്കെ സദ്ഗുണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? നോൺ വയലൻസ്. പിന്നെ നമ്മൾ 4 ഡിസ്കസ് ചെയ്തു. കൈൻഡ്നെസ്. ആ ഗുഡ്. ഈ 2 ഡിറ്റർമിനേഷൻ. പിന്നെ സ്പിരിച്വൽ വിഷൻ. ഡിറ്റർമിനേഷൻ, സ്പിരിച്വൽ വിഷൻ, കൈൻഡ്നെസ്, നോൺ വയലൻസ്. അപ്പൊ അത് 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് 5-മത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്താണെന്ന് അറിയാമോ? മനസ്സിലായോ എന്താണെന്ന്? ഹ്യൂമിലിറ്റി വിനയം. നമ്മൾ എപ്പോഴും ഹംബിൾ ആയിട്ടിരിക്കണം എന്ന് പറയില്ലേ? അപ്പം അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ ശ്ലോകം നമുക്ക് ആദ്യം കേൾക്കാം. അനയുണ്ടോ? മാതാജി ട്യൂഷന് പോയേക്കുവാ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആ ശ്ലോകം വായിക്കാം. കൂടെ പറയാൻ പറ്റുന്നവര് പറയണേ. അമാനിത്വം. ഭഗവത്ഗീത 13th ചാപ്റ്ററിലെ 8th ശ്ലോകമാണ്. അമാനിത്വം അദംഭിത്വം അമാനിത്വം അദംഭിത്വം അഹിംസ ശാന്തിർ ആർജവം അഹിംസ ശാന്തിർ ആർജവം ആചാര്യോ പാസനം ആചാര്യോപാസനം ശൗചം ധൈര്യം ആത്മാ വിനിഗ്രഹഃ ധൈര്യം ആത്മവിനിഗ്രഹഃ. ഒന്നുകൂടെ ആദ്യം തൊട്ട് പറയാം. അമാനിത്വം അദാംഭിത്വം അമാനിത്വം അദംഭിത്വം അഹിംസാ ക്ഷാന്തിർ ആർജവം അഹിംസാ ക്ഷാന്തിർ ആർജവം ആചാര്യോപസനം ശൗചം ആചാര്യോപാസനം ശൗചം ധൈര്യം ആത്മവിനിഗ്രഹഃ ധൈര്യം ആത്മാവിനിഗ്രഹഃ. ആർക്കെങ്കിലും പറയണോ? ശ്ലോകം പറയാൻ ആരെങ്കിലും വോളണ്ടിയർ ചെയ്യുന്ന ആർക്കാണ് പറയേണ്ടത്? ഹരേ കൃഷ്ണ മാജി, ഞാൻ പറയട്ടെ. പറയൂ. അമാനിത്വം അദാംഭിത്വം അമാനിത്വം അദാംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മാവിനിഗ്രഹഃ സ്ഥൈര്യമാത്മാവിനിഗ്രഹഃ. വേറെ ആരെങ്കിലും? ഗോപിപ്രിയ, അതിഥി പറയുന്നു. ഞാൻ പറയട്ടെ, കൂടെ പറയോ? ആദ്യം ആര് പറയും? അതിഥി പറയോ? അടുത്ത ഗോപിപ്രിയ. അമാനിത്വമദാംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം
സ്ഥൈര്യം ആത്മവിനിഗ്രഹഃ. സ്ഥൈര്യം ആത്മവിനിഗ്രഹഃ. ഗോവിപ്രിയ പറയോ? ആ. അമാനിത്വമദംബിത്വം അമാനിത്വം അദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം അഹിംസാക്ഷാതിരാജൃവം ആചാര്യോപാസനം ശൗചം 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 സ്ഥൈര്യം ആത്മവിനിഗ്രഹഃ. സ്ഥൈര്യം ആത്മവിനിഗ്രഹഃ. താങ്ക് യു. ആദിദേവ് പറയോ? ശ്ലോകം പറയുന്നു. കൃഷ്ണ. ഞാൻ പറയാം, കൂടെ പറയോ മോൻ? അത് ഒറ്റയ്ക്ക് പറയൂ. കൂടെ പറയാം. ഓക്കെ. അമാനിത്വം അദംഭിത്വം അംബാനിത്യം ഉദാരിത്വം അഹിംസാ ക്ഷാന്തിരാർജവം അഹിംസാക്ഷാതി ആർജവം ആചാര്യോപാസനം ശൗചം ആചാര്യോപാസനം സ്ഥൈര്യം ധൈര്യം ആത്മാ ആത്മാ വിനിഗ്രഹഃ. വിനിഗ്രഹഃ. അപ്പം ഈ ശ്ലോകത്തില് ഭഗവാൻ 9 നല്ല ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതില് ഹ്യൂമിലിറ്റി എന്നുള്ള ഒരു ഗുണമാണ് നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ സ്റ്റോറി നമുക്ക് ആദ്യം കേൾക്കാം. പരാശര ഭട്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഒരു വിഷ്ണു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് ശ്രീരംഗം. ശ്രീരംഗം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ശ്രീരംഗം പോയിട്ടുണ്ടോ? എല്ലാരും പോയിട്ടുണ്ട്, ഉണ്ടോ? ഓക്കെ. അപ്പൊ ശ്രീരംഗം അമ്പലത്തിന്റെ അടുത്താണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ശ്രീരംഗത്താണ് താമസിച്ചിരുന്നത്. ഈ പരാശര ഭട്ടിന് ഒരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ദിവസം പരാശര ഭട്ടന്റെ അടുത്ത് ചോദിച്ചു, ഒരു നല്ല ഭക്തന് ഭഗവാനോടത്ത് ട്രൂ ലവ്, ഭഗവാനെ നല്ലപോലെ സ്നേഹിക്കുന്ന, സത്യസന്ധമായിട്ട് ഭഗവാന്റെ സർവീസ് ചെയ്യുന്ന ഒരു ഭക്തനെ വേണ്ട ഗുണങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭക്തന്റെ എന്തൊക്കെയായിരിക്കും സിംറ്റംസ് എന്ന് ചോദിക്കും. അപ്പം പരാശര ഭട്ട് പറയും, അനന്ത ആചാര്യ എന്ന് പറഞ്ഞിട്ട് രാമാനുജാചാര്യർക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു. രാമാനുജാചാര്യ ഒരു ശ്രീ വൈഷ്ണവ ഗുരുവാണ് രാമാനുജാചാര്യ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനുണ്ട് അനന്താചാര്യ. അനന്താചാര്യയോട് ചോദിച്ചാലേ ഇതിന് ഉത്തരം കിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ അനന്താചാര്യ താമസിക്കുന്നത് തിരുപ്പതിയിലാണ്. എവിടെയാണ്? തിരുപ്പതി. അപ്പൊ തിരുപ്പതിയിൽ പോയി അനന്താചാര്യെ മീറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരാൻ പറയും. അപ്പൊ ഈ പരാശര ഭട്ടന്റെ ശിഷ്യനായ വ്യക്തി ഇത് കേട്ടിട്ട് നടന്നു തുടങ്ങും. അപ്പൊ പണ്ട് കാലത്ത് വേറെ ട്രാവൽ ചെയ്യാൻ വേറെ ട്രാൻസ്പോർട്ട് വേറെ ഒന്നും ഇല്ല, നടന്നാണ് നമ്മൾ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. അന്ന് ആ സമയത്തുള്ളവർ അങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പം ഇദ്ദേഹം ഒരുപാട് ദൂരമുണ്ട് ശ്രീരംഗത്ത് നിന്ന് തിരുപ്പതി വരെ പോകാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആജ്ഞ പാലിച്ച് ശ്രീരംഗത്ത് നിന്ന് നടന്ന് തിരുപ്പതിയിലെത്തി. തിരുപ്പതിയിലെത്തിയിട്ട് ആരെ കാണാനാ തിരുപ്പതിയിലെത്തിയത്? അനന്താചാര്യ. അനന്താചാര്യ ആരുടെ ഡിസൈപ്പിൾ ആണ്? അനന്താചാര്യ രാമാനുജാചാര്യരുടെ. മനസ്സിലായോ? കൺഫ്യൂസിങ് അല്ലല്ലോ. രാമാനുജാചാര്യരുടെ ഡിസൈപ്പിളായ അനന്താചാര്യെ മീറ്റ് ചെയ്യാൻ തിരുപ്പതിയിലെത്തി. അവിടെ ചെന്നിട്ട് അനന്താചാര്യരുടെ അടുത്ത് ചോദിച്ചു. ആദ്യം അദ്ദേഹത്തിനെ പ്രണാമം അർപ്പിച്ചു. എന്നിട്ട് എന്നെ പരാശര ഭട്ടെന്ന എന്റെ ഗുരുവാണ് ഇവിടെ അയച്ചത്. ഒരു ഉത്തമ ഭക്തന്റെ ഗുണങ്ങള് എന്തൊക്കെയാണെന്ന് അറിയാനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറയും. അപ്പൊ അനന്താചാര്യ ഒന്നും മിണ്ടുന്നില്ല. അപ്പം നമ്മളിപ്പോ ആരോടെങ്കിലും സംസാരിക്കുമ്പോ അവർ ഒരു ഉത്തരം തന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല. അപ്പം ഈ പരാശര ഭട്ടിന്റെ ഡിസൈപ്പിള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ഇതിനിപ്പോ ഒന്നും മിണ്ടാത്തതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അദ്ദേഹം കരുതി ചിലപ്പോ ഞാന് ഇതിന് ഉത്തരം കിട്ടാനായിട്ട് യോഗ്യനല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഉത്തരം തരാത്തതെന്ന് വിചാരിച്ചിട്ട് ഒരു ഹമ്പിൾ ആയിട്ടും നല്ല പേഷ്യൻസോട് കൂടി അദ്ദേഹം അവിടെ കുറെ നാൾ താമസിച്ച് അനന്താചാര്യക്ക് സേവനം ചെയ്തു. ഒരു 6 മാസം അവിടെ തന്നെ താമസിച്ച് അനന്താചാര്യക്ക് ഒരുപാട് സേവനമൊക്കെ ചെയ്ത്
അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇനിയും ഞാൻ ക്വാളിഫൈഡ് അല്ല എന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഒരിക്കലും ഈ 6 മാസത്തില് ഒരിക്കൽ പോലും ഈ അനന്താചാര്യരുടെ അടുത്ത് ഈ ഡിസൈപ്പിള് ഈ അതേ ക്വസ്റ്റ്യൻ ആ ചോദ്യത്തിന് ഉത്തരം ആ ചോദ്യം ചോദിച്ചതേ ഇല്ല. ഉത്തരം കിട്ടാഞ്ഞിട്ട് പോലും ആ ചോദ്യം പിന്നീട് ഒരിക്കലും അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചില്ല. അപ്പൊ അങ്ങനെ തിരുപ്പതിയില് വലിയൊരു ഉത്സവത്തിന്റെ സമയമായി. ഒരുപാട് ജനങ്ങള് പല സ്ഥലത്തുനിന്ന് വന്ന് തിരുപ്പതി ബാലാജിയുടെ ദർശനം എടുത്ത് ഉത്സവത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഒരുപാട് പേര് വന്നു. അപ്പൊ അനന്താചാര്യ അവിടെ വന്ന എല്ലാ ഭക്തർക്കും വേണ്ടി വലിയൊരു ഫീസ്റ്റ് അറേഞ്ച് ചെയ്തു. അപ്പൊ ആ ഫീസ്റ്റ് അറേഞ്ച് ചെയ്ത് ബാലാജി ഭഗവാന്റെ പ്രസാദം അവർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള വലിയൊരു ഫീസ്റ്റ് അദ്ദേഹം അറേഞ്ച് ചെയ്തു. അപ്പം ഈ ഒരു ഭക്തൻ പരാശര ഭട്ടിന്റെ ശിഷ്യൻ ശ്രീരംഗത്ത് നിന്ന് വന്ന അദ്ദേഹവും അവിടെ ഉണ്ട്. ഈ സമയത്ത് അനന്താചാര്യക്ക് സേവനം ചെയ്ത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചെന്നിരുന്നു. നമ്മൾ പോയില്ലേ, നമ്മുടെ ടെമ്പിളിലെ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഇരുന്ന് പ്രസാദം സ്വീകരിക്കില്ലേ, അതേപോലെ അദ്ദേഹം അവിടെ പോയി ഇരുന്ന സമയത്ത് അനന്താചാര്യ വന്നിട്ട് പറഞ്ഞു, നീ ഇപ്പൊ ഇരിക്കണ്ട, ഇവിടെ വന്ന എല്ലാ ഭക്തർക്കും പ്രസാദം വിളമ്പി കൊടുത്തിട്ട് ഇരുന്നാ മതി, ആ സേവനം ചെയ്തിട്ട് ഇരുന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഭക്തൻ അവിടെ നിന്ന് എണീറ്റിട്ട് അനന്താചാര്യ പറഞ്ഞ വാക്ക് പാലിച്ച് കുറെ പേർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് പിന്നെയും അവിടെ പോയി ഇരിക്കാൻ നോക്കും. അപ്പൊ വീണ്ടും അനന്താചാര്യ രണ്ടാമത്തെ തവണയും വന്നിട്ട് പറയും, നീ ഇപ്പൊ ഇരിക്കണ്ട, എല്ലാവർക്കും പ്രസാദം ഇനി ബാക്കിയുള്ളവർക്കും കൂടെ വിളമ്പി കൊടുത്തിട്ട് ഇരുത്താൻ മതി എന്ന് പറയും. വീണ്ടും അടുത്ത റൗണ്ട് കഴിച്ച പ്രസാദം കഴിക്കാൻ വന്ന ഭക്തർക്ക് വിളമ്പി കൊടുത്തിട്ട് അദ്ദേഹം ഇരിക്കാൻ പോകും. അപ്പൊ മൂന്നാമത്തെ തവണയും അനന്താചാര്യ എന്ന് പറയും, ഇനിയും ഇരിക്കണ്ട, ഇനി എണീക്ക്, ഇവിടെ വന്ന എല്ലാവരും കഴിച്ചതിന് ശേഷമേ കഴിക്കാവൂ എന്ന് പറയും. അങ്ങനെ ഇതിപ്പോ ഈ ഫെസ്റ്റിവലിൽ ഒരുപാട് ഭക്തർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിയുന്നിടം വരെ ഈ ഭക്തൻ അവർക്ക് എല്ലാവർക്കും പ്രസാദം കൊടുത്തിട്ട് അവസാനം പോയി ഇരുന്ന് കഴിച്ചു. ഈ പ്രസാദം കഴിച്ചിട്ട് അവിടെ നിന്ന് എണീക്കാൻ നേരത്ത് അനന്താചാര്യ പറഞ്ഞു, നീ 6 മാസം മുമ്പ് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞ, ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ആ ചോദ്യം എന്തായിരുന്നു ആ ചോദ്യം അനന്താചാര്യോട് ചോദിച്ചത്? പറയൂ അതിഥി. ഗുഡ് ക്വാളിറ്റി അല്ലെ? ഒരു നല്ലൊരു ഭക്തന്റെ ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പം ഈ അനന്താചാര്യ ചോദിച്ചപ്പോ ആ ഭക്തൻ പറഞ്ഞു, അതെ, ഇതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. അപ്പൊ അനന്താചാര്യ ഒരു പസിൽ പോലത്തെ ഒരു ഉത്തരമാണ് പറഞ്ഞത്. ഡയറക്റ്റ് ആൻസർ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ ആൻസർ, ഒരു പരിശുദ്ധനായ ഭക്തൻ ഒരു ക്രെയിനിനെ പോലെ, ഒരു കോഴിയെ പോലെ, ഉപ്പിനെ പോലെയും പിന്നെ നിന്നെ പോലെയാണെന്ന് പറയും. അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ ആൻസർ കേട്ടിട്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. അപ്പൊ ഇനി അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഈ കിട്ടിയ ഉത്തരം കൊണ്ട് തിരിച്ചുപോയി. തിരിച്ചെവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം? ശ്രീരംഗത്തേക്ക് തിരിച്ചുപോയി. ശ്രീരംഗത്ത് അദ്ദേഹത്തിന്റെ ഗുരുവായ പരാശര ഭട്ടിന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് പ്രണാം അർപ്പിച്ചു കഴിഞ്ഞപ്പം പരാശര ഭട്ട് ചോദിച്ചു, നീ ഇവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടല്ലേ പോയത്, അതിന് ഉത്തരം കിട്ടിയോ എന്ന് ചോദിക്കും. അപ്പൊ ഈ ഭക്തൻ പറയും, ഇങ്ങനെ ഒരു ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എന്നിട്ട് ഇങ്ങനെ പറയും, ശുദ്ധനായ ഒരു ഭക്തൻ ഒരു ക്രെയിൻ, ഒരു കൊക്കിനെ പോലെയോ ഒരു കോഴിയെ പോലെയും ഉപ്പിനെ പോലെയും നിന്നെ പോലെയും ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ പോയ അതേ സിറ്റുവേഷനിലാണ് തിരിച്ചു വന്നത്, എനിക്കൊരു ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. പരാശര ഭട്ട് അദ്ദേഹം ഒരു ഗുരുവാണ്. അപ്പൊ അദ്ദേഹത്തിന് അനന്താചാര്യയുടെ മനസ്സിൽ അദ്ദേഹം എന്താണ് ഈ ഉത്തരം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കും, ഒരു ശുദ്ധനായ ഭക്തന്റെ ഹൃദയം പ്യുവർ ആയിരിക്കും. ശരിക്കും കൊക്കിന്റെ കളർ അറിയാമോ? കൊക്ക് എങ്ങനെയായിരിക്കുന്നത്? ഏത് കളറിലാണ് കൊക്ക് ഇരിക്കുന്നത്? വൈറ്റ് കളർ. ഒരു പരിശുദ്ധനായ ഭക്തന്റെ ഹൃദയം എപ്പോഴും പരിശുദ്ധമായിട്ടൊരു പ്യുവർ ആയിട്ടിരിക്കും. എങ്ങനെയാണോ കൊക്കിന്റെ വെള്ള നിറം, അതേപോലെ പ്യുവർ ആയിരിക്കും. അദ്ദേഹത്തില് ഒരിക്കലും ഇങ്ങനെ മറ്റൊരാളോട് അസൂയയോ അഹങ്കാരം, പിന്നെ സെൽഫിഷ്നെസ്, എനിക്ക് മാത്രം വേണം, എന്റേത് മാത്രം, അങ്ങനെയുള്ള ചിന്തയൊന്നും ഒരു ശുദ്ധനായ ഭക്തനില്ല. കൊക്ക് ഇങ്ങനെ കുളത്തിലൊക്കെ നിന്ന് മീനിനെ പിടിക്കുകയാണെങ്കിൽ ഒരു കാലിൽ നിന്ന്
ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മാത്രം ശ്രദ്ധിച്ചാണ് മീനിനെ പിടിക്കുന്നത്. ചെറിയ മീനുകളൊന്നും അത് പിടിക്കില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അതിന് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും വലിയ മീൻ വരുമ്പോഴാണ് അത് പിടിക്കുന്നത്. അതേപോലെ ഒരു ഭക്തൻ ഈ ഗോസിപ്പുകൾ, ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളെ കുറിച്ച് സംസാരിക്കാതെ അങ്ങനെയൊന്നും സംസാരിക്കില്ല. ഭൗതികമായ ആൾക്കാരെ എല്ലാം വിട്ടിട്ട് അദ്ദേഹം ശുദ്ധ ഭക്തന്മാര് പറയുന്നത് മാത്രം കേൾക്കാനും അതനുസരിക്കാനുമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ മഴക്കാലത്ത് ഈ കൊക്ക് കടലിൽ നിന്നൊക്കെ മാറി ചെറിയ ചെറിയ തടാകങ്ങളിൽ വരും. അതേപോലെ ഭക്തൻ, ഒരു ശുദ്ധ ഭക്തൻ എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികമായിട്ട് ഒരുപാട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് മാറി എപ്പോഴും ഭക്തരുടെ അസോസിയേഷനിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ റീസൺ മനസ്സിലായി, എങ്ങനെ ഒരു കൊക്കിനെ പോലെയാണ് എന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക്? ഫസ്റ്റ് പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. ഇനി സെക്കൻഡ് ആരെ പോലെ എന്നാണ് പറഞ്ഞത്? ആദ്യം കൊക്കിനെ പോലെ, രണ്ടാമത് ആരെ പോലെയാണ്? കോഴിയെ പോലെ എന്തുകൊണ്ടാണ് എന്നുള്ളത് പരാശര ഭട്ടക പറഞ്ഞു കൊടുക്കും. നിങ്ങൾ കോഴിയെ കണ്ടിട്ടുണ്ടോ? അമ്മ കോഴി ഇങ്ങനെ ഓരോരുത്തടത്ത് നടന്ന് ഇങ്ങനെ കൊത്തി 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 കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ. ശരിക്കും കോഴികള് ഇപ്പൊ എന്തെങ്കിലും ഒരുപാട് സാധനങ്ങൾ കിടക്കുകയാണെങ്കിൽ അതിനിടയിൽ നിന്ന് ഇങ്ങനെ അരി കൊത്തിപ്പെറുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട ഭക്ഷണ സാധനം കൊത്തിയെടുക്കുക. അപ്പൊ അതേപോലെ ഒരു ശുദ്ധ ഭക്തൻ ഏറ്റവും ആവശ്യമുള്ള ഭക്തിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എല്ലാത്തിൽ നിന്ന് എടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കൺസേൺഡ് അല്ല എന്ന് പറയും. ഇനി തേർഡ് എന്താണ്? ഉപ്പിനെ പോലെ. ഉപ്പില്ലാത്ത ആഹാരം ഇഷ്ടമാണോ? ഇല്ല. നാളെ ഇപ്പൊ ഗോപിപ്രിയക്ക് അമ്മ ദോശയില് ഉപ്പിടാത്ത ദോശ ചുട്ടു തന്നാ ഗോപിപ്രിയ കഴിക്കുവോ? വെറുതെ ഉപ്പ് തന്നാ കഴിക്കുവോ? ഇല്ല. കഴിക്കോ? ഇഷ്ടമാണോ? അതിഥിക്ക് ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടം. ഉപ്പ് നമ്മുടെ ഒരു ആഹാരത്തിനെ ടേസ്റ്റി ആക്കുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയ റോൾ ഉണ്ട് ഉപ്പിനെ നമുക്ക് കാണാൻ പറ്റുമോ? കറിക്കകത്ത് കിടക്കുന്ന ഉപ്പിനെ അല്ലെങ്കിൽ ദോശക്കകത്ത് ഇരിക്കുന്ന ഉപ്പിനെ കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല. പക്ഷെ ഉപ്പില്ലാതെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഉപ്പാണ് ആ ഒരു ആഹാരത്തിന് രുചി കൂട്ടാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെയാണ് ഒരു പരിശുദ്ധ ഭക്തന്റെ ക്യാരക്ടർ. അദ്ദേഹം ശരിക്കും ഒരു സേവനം ചെയ്യുമ്പോഴും അത് വേറെ ആരും കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരു പ്രത്യേകിച്ച് ഗുണം ഒന്നും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം അത് ചെയ്യും. അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ കാണും. പക്ഷെ അത് മറ്റൊരാൾ അത് കാണണം എന്നില്ല. ഉപ്പിനെ പോലെ ഇപ്പൊ കറിയിൽ കലക്കി ഉപ്പ് നമ്മൾ കാണില്ല, ഉപ്പ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അതിൽ കിടക്കുന്നത്. പക്ഷെ ആ ഉപ്പാണ് ആ കറിക്ക് സ്വാദ് കൂട്ടുന്നത്. അപ്പൊ അതേപോലെയാണ് ഒരു ഭക്തന്റെ സേവനം. അദ്ദേഹം ആ സേവനം സെൽഫ്ലെസ് ആയിട്ട് എനിക്ക് വേറെ ആരും എന്നെ പുകഴ്ത്തണം എന്നോ അങ്ങനെ ഒരു ചിന്തയില്ലാതെ അദ്ദേഹം ചെയ്യും. ശരിക്കും ആ ഒരു കറിക്ക് സ്വാദ് തരാൻ വേണ്ടി ഉപ്പ് സ്വയം അതിനകത്ത് കലങ്ങി ഉപ്പിന്റെ തന്നെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിട്ടാണ് ഉപ്പ് ആ കറിയിൽ കിടക്കുന്നത്. അപ്പൊ അതേപോലെ ഭഗവാന്റെ ഒരു ഭക്തൻ എന്തും ഭഗവാന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത്, ഡിവോഷണൽ സർവീസിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ഭക്തരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കും എന്ന് പറഞ്ഞു. ഇനി നാലാമത് ആരെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു ശുദ്ധ ഭക്തൻ? കൊക്കിനെ പോലെ, കോഴിയെ പോലെ, ഉപ്പിനെ പോലെ, പിന്നെ നിന്നെ തന്നെ പോലെ എന്ന് പറഞ്ഞു. എന്നാ പരാശര ഭട്ടന്റെ ഡിസൈപ്പിളിനെ പോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാ, ഇപ്പം നമ്മളിപ്പോ വിശന്നിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ ടെമ്പിളിൽ പോകുമ്പം നിങ്ങളിപ്പോ പ്രസാദം കഴിക്കണ്ട, എല്ലാവർക്കും കൊടുത്തിട്ട് കഴിച്ചാൽ മതി എന്ന് പറയുമ്പം നമുക്ക് വിഷമാവില്ലേ? നമ്മൾ വിശന്നിരിക്കുകയല്ലേ? ഈ ഭക്തൻ അനന്താചാര്യ പറഞ്ഞതുകൊണ്ട് 4 തവണ അദ്ദേഹം എണീറ്റിട്ട് ആഹാരം കഴിക്കാതെ എണീറ്റ് പിന്നെയും എല്ലാവർക്കും സർവീസ് ചെയ്ത് പിന്നെ ഒരു പരിഭവം ഒരു പരാതി ഇല്ലാതെ അത് ചെയ്തു. അപ്പൊ അതാണ് അനന്താചാര്യ പറഞ്ഞത്. അപ്പം എപ്പോഴും എല്ലാ ഭക്തർക്കും ആ ഒരു നല്ല ക്ഷമയോടെ സേവനം ചെയ്യാനും ഗുരുവോ അല്ല നമ്മുടെ സീനിയർ ഡിവോട്ടീസോ ആരെങ്കിലും പറയുന്ന ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാനും ഉള്ള ഇത് വേണം, താല്പര്യത്തോടെ ചെയ്യണം. അപ്പൊ അതാണ് ഒരു ഡിവോട്ടി ആവേണ്ടതിന്റെ ക്വാളിറ്റികൾ, ഈ 4 ക്വാളിറ്റികൾ. 4 ഒന്നുകൂടെ പറയാം. ആര് പറയും? ആരെ പോലെ ആയിരിക്കും ഒരു ശുദ്ധഭക്തൻ? ഫസ്റ്റ് ഒരു കൊക്കിനെ പോലെ, രണ്ടാമത് ഒരു കോഴീനെ പോലെ, മൂന്നാമത് ഉപ്പ്, നാലാമത്
ഒരു പരാശര ഭട്ടന്റെ ഡിസൈപ്പിളിനെ പോലെ എന്ന് പറഞ്ഞു. അപ്പം ഇതിനെല്ലാം അദ്ദേഹത്തിന്റെ ആ ഹ്യൂമിലിറ്റി, കാരണം ഹമ്പിൾ അല്ലാതെ, വിനയത്തോടെ അല്ലാതെ ഒരാൾക്ക് ഇതൊന്നും ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെല്ലാം എല്ലാ കൊച്ചുകുട്ടികളും നമ്മുടെ ഈ ഒരു വളരുന്ന സമയത്ത് ഈ ഹ്യൂമിലിറ്റി നിങ്ങൾക്ക് പഠിക്കേണ്ട ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. നമ്മൾ ഹമ്പിൾ ആയിട്ട് മറ്റുള്ള ഡിവോട്ടീസിന്റെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും ഫാമിലിയുടെ അടുത്തും പെരുമാറുകയും ഹമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇടപെടൽ വഴി നമുക്ക് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് കിട്ടും. നമുക്കും മുന്നോട്ട് പോകുമ്പം ഈ ഹ്യൂമിലിറ്റി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഹ്യൂമിലിറ്റിയെ കുറിച്ചുള്ള അടുത്തൊരു സ്റ്റോറിയും കൂടെ നമുക്ക് കേൾക്കാം. അതും രാമാനുജാചാര്യയെ കുറിച്ചാണ്. രാമാനുജാചാര്യ നമുക്ക് നേരത്തെ സ്റ്റോറിയിൽ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അദ്ദേഹം ഒരു ശ്രീ വൈഷ്ണവ ഗുരുവാണ് രാമാനുജാചാര്യ. അപ്പം ഒരിക്കൽ രാമാനുജാചാര്യ തിരുപ്പതിയിലേക്ക് പോവായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു തിരുപ്പതിയിൽ. അപ്പൊ അങ്ങോട്ട് തിരുപ്പതിയിലേക്ക്, വേറൊരു സ്ഥലത്തുനിന്ന് തിരുപ്പതിയിലേക്ക് പോവുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അദ്ദേഹം ഗുരുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒരുപാട് ശിഷ്യന്മാര് അദ്ദേഹത്തിന്റെ കൂടെ പോവും. ആ ശിഷ്യന്മാർക്കൊക്കെ ഈ ഗുരുവിന്റെ അടുത്ത് ഒരുപാട് റെസ്പെക്റ്റും അവരൊരുപാട് വർഷിപ്പ് ചെയ്യുന്നതുമാണ് ഈ ഗുരുവിന്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പം വഴി രണ്ടായിട്ട് തിരിയുന്നു. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പം കൺഫ്യൂസ്ഡ് ആണ്, വഴി എങ്ങോട്ടാ നമുക്ക് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിഥി ഒരു സ്ഥലത്ത് പോവാണ്. ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഇനി രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അതിഥിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ട് പോകണം. അതിഥി എന്ത് ചെയ്യും? നമ്മൾ ആരോടെങ്കിലും ചോദിക്കും അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് GPS ഉണ്ട്, GPS ഇട്ടാൽ നമുക്ക് പോകാൻ പറ്റും അല്ലെ? മാപ്പില് നമുക്ക് നോക്കിയാൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ ബോർഡ് കാണും, അങ്ങനെ നോക്കി പോവാം. അപ്പൊ ഈ ഒരു സ്ഥലത്ത് രാമാനുജാചാര്യരും ഭക്തരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എത്തിയ സമയത്ത് അവിടെ ഒരു മനുഷ്യൻ നിന്നിട്ട് തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു വാഷർമാൻ ആണ്. അയാളുടെ ജോലി ഏതാണ്? ഇങ്ങനെ തുണികളൊക്കെ വാങ്ങിച്ച് കഴുകി ഉണക്കി ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം നിന്ന് തുണി ഉണക്കിക്കൊണ്ട് നിൽക്കുകയാണ്, തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. വേറെ ആരും അവിടെ ഇല്ല. അപ്പൊ രാമാനുജാചാര്യര് വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കും, എനിക്ക് തിരുപ്പതിയിൽ പോണം, ഭഗവാൻ ബാലാജിയെ ദർശനം എടുക്കാനാണ്, ഞാൻ ഏത് വഴി പോണം എന്ന് ചോദിക്കും. അപ്പൊ ആ തുണി കഴുകിക്കൊണ്ടിരുന്ന ആള് പറയും, ഇത് ഇവിടുന്ന് റൈറ്റ് സൈഡിലുള്ള വഴിയാണ് എടുക്കേണ്ടത് എന്ന് പറയും. ഈ വഴി പറഞ്ഞത് കേട്ടതും രാമാനുജാചാര്യരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഡിസൈപ്പിൾസും നടന്നു തുടങ്ങി. ആ വഴി നടന്നു തുടങ്ങി. നടന്നു കുറച്ചു ദൂരം എത്തിയിട്ട് രാമാനുജാചാര്യരെ കാണുന്നില്ല. അപ്പൊ അവര് വിചാരിച്ചു, ഗുരു എവിടെ പോയി? ആള് വഴി പറഞ്ഞു തരികയും ചെയ്തല്ലോ, അപ്പൊ നമുക്കിനി അങ്ങ് തിരുപ്പതി പോയാൽ പോരെ, ഗുരുവിനെ കാണുന്നില്ല. അപ്പൊ അവര് തിരിച്ചു വരും. എവിടെയാണോ അവര് രാമാനുജാചാര്യരുടെ കൂടെ നിന്നത് അവിടേക്ക് തിരിച്ചു വരും. അപ്പൊ അവിടെ നോക്കുമ്പം രാമാനുജാചാര്യര് ആ വഴി പറഞ്ഞു കൊടുത്ത ആ തുണി അലക്കിക്കൊണ്ടിരുന്ന ആളുടെ അടുത്ത് അവിടെ കിടന്ന് അദ്ദേഹത്തിന് പ്രണാം ചെയ്യും. അപ്പൊ ഈ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇതൊരു ഗുരു അല്ലേ, അദ്ദേഹം ഒരു വളരെ ഉയർന്ന നിലയിൽ ഉള്ള ഒരു വൈഷ്ണവ ആചാര്യനാണ്. അദ്ദേഹം എന്തിനാണ് സാധാരണ ഒരാൾക്ക് നമസ്കാരം പ്രണാം ചെയ്യുന്നത്? അപ്പൊ അവിടുന്ന് രാമാനുജാചാര്യ പ്രണാമൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് നടന്നു പോകണം. അപ്പം ഈ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ചോദിക്കും, അല്ലേ ഗുരുദേവ്, അങ്ങ് എന്തിനാണ് ഈ ഒരു ആളുടെ അടുത്ത്, ഈ ഒരു തുണി കഴുകിക്കൊണ്ടിരുന്ന ആളുടെ അടുത്ത് പ്രണാമം അർപ്പിച്ചത്? എന്തിനാണ്? അങ്ങൊരു വലിയ ഗുരുവാണ്, ഇത്രയും അറിവുള്ള ആളാണ്, ഒരു സന്യാസിയാണ്, ഇത്രയും ശിഷ്യന്മാരുള്ള ഒരാളാണ്, സന്യാസി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം രാമാനുജാചാര്യര് പറയും, ആ തുണി കഴുകിക്കൊണ്ടിരുന്ന ആൾ എന്താണ് പറഞ്ഞു കൊടുത്തത്? എങ്ങോട്ടുള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തത്? എങ്ങോട്ട് പോകാനുള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തത് രാമാനുജാചാര്യർക്ക്? ഭഗവാൻ ബാലാജിനെ ദർശനം, ഭഗവാന്റെ അടുത്ത്. അപ്പൊ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി ആണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അദ്ദേഹം വഴി പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ തെറ്റായ വഴി കൂടെ പോയേനെ, ചിലപ്പം ആ തെറ്റായ വഴി കൂടെ പോയി ഭഗവാന്റെ ദർശനം എടുക്കാൻ പറ്റാതെയും ആയേനെ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അടുത്തേക്കുള്ള വഴി പറഞ്ഞു തന്ന ആ ആളും അദ്ദേഹം വർഷിപ്പിന് അർഹനാണ്. അദ്ദേഹത്തിന്റെ അടുത്തും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്ന് പറയും. അപ്പം ഈ ഡിസൈപ്പിൾസിനൊക്കെ ഒരു മിനിറ്റ് ഞാൻ
സോറി. അപ്പം രാമാനുജാചാര്യർ പറയും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് വഴി കാണിച്ചു തന്ന ഇദ്ദേഹവും വർഷിപ്പിന് അർഹനാണ്. അപ്പം ഈ രാമാനുജാചാര്യർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് എക്സാമ്പിൾ ശരിക്കും പ്രത്യക്ഷത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം വെറുതെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മള് എല്ലാവരെയും റെസ്പെക്ട് ചെയ്ത് നമുക്ക് ഭഗവാന്റെ അടുത്തേക്കുള്ള ഗൈഡ് ചെയ്യുന്ന എല്ലാവരും റെസ്പെക്റ്റിന് അർഹരാണ്. അവരെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ അദ്ദേഹം പറയുക മാത്രമല്ല ചെയ്തത്. രാമാനുജാചാര്യ ഇതെല്ലാം അവർക്ക് പറഞ്ഞു മാത്രം കൊടുക്കാതെ അത് കാണിച്ചും കൊടുത്തു. പേഴ്സണലി അദ്ദേഹത്തിന്റെ ആക്ഷനിൽ കൂടെ അത് കാണിച്ചും കൊടുത്തു. അപ്പം ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റിയാണ്, അദ്ദേഹം എത്ര ഹമ്പിൾ ആയിരുന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പരാശര ഭട്ടിന്റെ ഒരു ഹമ്പിൾ സ്റ്റുഡന്റ് ആയിരുന്ന ആ ഒരു ഡിവോട്ടിയുടെ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹ്യൂമിലിറ്റി കാരണം നമുക്ക് എങ്ങനെ നമുക്ക് ഭക്തരുടെ കയ്യിൽ നിന്ന് ഗുരുവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല ബ്ലെസ്സിങ്സും നോളജും കിട്ടുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യത്തെ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവും. അതേപോലെ രാമാനുജാചാര്യയെ പോലെ ഇത്രയും ഫേമസ് ആയിട്ടും അദ്ദേഹം ഒരു ആധ്യാത്മിക ആചാര്യനായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റി ഭക്തരുടെ അങ്ങനെ ഒരാളുടെ അടുത്ത് അദ്ദേഹം ഒബീസൻസ് അദ്ദേഹം പ്രണാമം അർപ്പിച്ചില്ലെങ്കിലും വലിയ വ്യത്യാസം വരില്ലായിരുന്നു. പക്ഷെ ആ ഹ്യൂമിലിറ്റി അദ്ദേഹം കാണിച്ചു. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ആചാര്യന്മാരുടെയും ഇങ്ങനത്തെ കഥകൾ കേൾക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്നത്? കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ നല്ല പുതിയ കാര്യങ്ങൾ പഠിക്കണം ഭഗവാനെ പറ്റി. പിന്നെ ഗോപിപ്രിയക്ക് എന്താ നല്ല കാര്യം? ഗോപിപ്രിയക്ക് എന്താ തോന്നുന്നത്? എന്തിനാ നമ്മൾ ഇത് കേൾക്കുന്നത്? ഭഗവാനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. ഭഗവാനെ പറ്റി അറിയാൻ വേണ്ടിയും ഭഗവാന്റെ ഈ ഭക്തര് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാം എങ്ങനെ ആയിരുന്നെന്ന് മനസ്സിലാക്കി അവരെ പോലെ ഇതേ ക്വാളിറ്റീസ് നമ്മളിലും കൊണ്ടുവരാനും കൂടെ വേണ്ടിയാണ്. അപ്പൊ നമ്മളും ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും നമ്മളും ശ്രദ്ധിക്കണം. നമ്മുടെ ഗുരു ശ്രീല പ്രഭുപാദ് ഇവരെല്ലാം നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ ചെറിയ പ്രായത്തിലെ നമ്മളിത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വലുതാവുമ്പോൾ ഇത് നമുക്ക് ഈസി ആവും. നമ്മൾ ഇപ്പോഴേ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ഹ്യൂമിലിറ്റി, ഡിറ്റർമിനേഷൻ ഇതെല്ലാം നമ്മുടെ ഡിവോഷണൽ സർവീസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്കും നല്ല അപ്ബ്രിങ് നമ്മുടെ ആ വളർച്ചയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും. എല്ലാവർക്കും മനസ്സിലായോ കഥ? മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ച ശ്ലോകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്ക് അതുകൂടെ ഒന്ന് പറയാം. ആദ്യത്തെ തൊട്ട് ശ്ലോകങ്ങള് ഒന്നുകൂടെ പറഞ്ഞോ. ആദ്യത്തെ ശ്ലോകം 2.41 ഭഗവത്ഗീത സെക്കൻഡ് ചാപ്റ്റർ 41st ശ്ലോകമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറയാം. ഈ 5 ശ്ലോകം ഒരുമിച്ച് പറയാം. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാ ഹി അനന്തശ്ച ബുദ്ധയോ അവ്യവസായിനം. അടുത്തത് ഭഗവത്ഗീത 5th ചാപ്റ്റർ 18th ശ്ലോകമാണ്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി. ഒരു മിനിറ്റ്. ചുനീചൈവ സ്വപാകേ ച പണ്ഡിതഃ സമദർശിനഃ. അടുത്തത് ഭഗവത്ഗീത 12th ചാപ്റ്റർ 13th ശ്ലോകം.
अद्वेष्टा सर्वभूतानां दृष्टा सर्वभूतानां मैत्रः करुण एव च मैत्रः करुण एव च निर्ममो निरहङ्कारः निर्ममो निरहङ्कारः समदुःखसुखक्षमी. समदुःखसुखक्षमी. അടുത്തത് 16th chapter second ശ്ലോകം. അഹിംസാ സത്യമക്രോധഃ ത്യാഗഃ ശാന്തിരപൈശുനം शान्तिरपेक्षुनम् दया भूतेष्वलोलुप्त्वं गुप्तम् मार्दवं ह्रियचापलम्. അടുത്തത് 13th chapter 8th ശ്ലോകം. അമാനിത്വം അദാംബിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ചാര്യോപാസനം ശൗചം आचार्योपासनं शौचं സ്ഥൈര്യം ആത്മവിനിഗ്രഹഃ. स्थैर्यमात्मा താങ്ക് യു. അപ്പൊ നമുക്കിനി അടുത്ത ആഴ്ച അടുത്ത സ്റ്റോറി. ഹരേ കൃഷ്ണ. Hare Krishna. Thank you so much, Madhi. Hare Krishna. ഹരേ കൃഷ്ണ. Madhi, Hare Krishna. Thank you, Aditi. Thank you, Gobi. Thank you, Adi. Hare Krishna. हरे कृष्णा दंडवत प्रणाम. Hey, Jyoti. Hare Krishna. Hare Word. Hare Krishna, Madhi. Thank you, Madhi. Hare Krishna. Translate Madhi close ചെയ്തോട്ടെ.